കേരളം കണ്ട പ്രതിപക്ഷ നേതാക്കളിൽ ഇന്നുവരെ ഒരു പ്രതിപക്ഷ നേതാവും നേരിടാത്ത ദുര്യോഗങ്ങളാണ് വി സതീശൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സതീശന്റെ കയ്യിലിരിപ്പാണോ അതിനു കാരണമെന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ എന്ന് പറഞ്ഞാൽ 99% വരെ അദ്ദേഹത്തിന്റെ നാവ് ആണ് അദ്ദേഹത്തിന് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാക്കെന്ന് പറയുമ്പോൾ അദ്ദേഹം ചിന്തിച്ച് കരുതിക്കൂട്ടി പറയുന്ന നുണകൾ തന്നെ. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെക്കുറിച്ച് സതീശന്റെ നുണകൾ എന്ന പേരിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പ്രത്യക്ഷപ്പെട്ടു. അത് നിമിഷങ്ങൾക്കകം തന്നെ വൈറലായി. ഒരു ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് ഏകദേശം 60,000-ലധികം ഫോളോവേഴ്സ് ആണ് ആ പേജിന് ലഭിച്ചത്. സതീശൻ പറയുന്ന നുണകളെ ആധാരമാക്കി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്രയധികം ആളുകൾ ഇരച്ചു കയറണമെങ്കിൽ ആ നുണകൾക്കുള്ള മാഹാത്മ്യം ഒന്ന് എടുത്ത് പറയേണ്ടതാണ്. ഒരു നുണയിൽ നിന്ന് മറ്റൊരു നുണയിലേക്ക്. ഞാൻ പലതവണ സതീശൻ പറഞ്ഞ നുണകളെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ദുര്യോഗം സംസ്ഥാനത്ത് നേരിടുന്ന ആദ്യ പ്രതിപക്ഷ നേതാവാണ് സതീശൻ. എത്ര പെട്ടെന്നാണ് സതീശൻ നുണകളുടെ രാജാവായി മാറുന്നത്. ഒരു പോളും ഇക്കൂട്ടർ നടത്തിയിരുന്നു, ഈ സോഷ്യൽ മീഡിയ കൂട്ടുകാർ. അവർ നടത്തിയ പോള് ഈ വർഷത്തെ മികച്ച നുണയൻ ആരാണ് എന്നാണ്. മികച്ച നുണയൻ, അത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ കൗതുകമൊക്കെ തോന്നാമെങ്കിലും ഈ പ്രസിദ്ധി രണ്ട് തരത്തിലുണ്ടല്ലോ, കുപ്രസിദ്ധിയും സുപ്രസിദ്ധിയും. ഇതൊരു തരം കുപ്രസിദ്ധി അല്ലേ എന്ന് ചോദിച്ചാൽ കുപ്രസിദ്ധി തന്നെയാണ്. പിന്നെ ആസനത്തിൽ ആലുമുളച്ചാൽ അതും അലങ്കാരം എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ഏതു വിധേനയും കേരളത്തിൽ മനുഷ്യരുടെ മനസ്സിലൊക്കെ ഇടം പിടിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് അതൊരു അലങ്കാരമായിരിക്കാം. എങ്കിലും കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിനും രാഷ്ട്രീയ പൊതുബോധത്തിനും ഇതൊരു അപമാനമാണ്, അവമാനമാണ് സതീശനിലൂടെ സംഭവിച്ചിരിക്കുന്നത്. മികച്ച നുണയൻ തെരഞ്ഞെടുപ്പിലും പോളിലും ഏറ്റവും അധികം വോട്ട് നേടി വിജയിച്ചത് സതീശനാണ്. നമ്മുടെ ഇപ്പോൾ നടക്കുന്ന സർവേകളിൽ മിക്കതിലും സതീശൻ വിജയിക്കുന്നത് പോലെ മികച്ച നുണയൻ എന്ന കാര്യത്തിലും സതീശൻ തന്നെ വിജയിച്ചിട്ടുണ്ട്. ഏതായാലും ആ ട്രോളന്മാർ ചെയ്തു വെച്ച ഫേസ്ബുക്കും അതുപോലെ തന്നെ അതിലെ ആരാധകരും അതിൽ വരുന്ന സതീശന്റെ വാക്കുകളും ഒക്കെ പരിശോധിച്ചിട്ട് അവർ തന്നെ പറയുന്നു, സതീശൻ സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും സതീശനും സതീശന്റെ നുണകളും ലോകം ചുറ്റി വരുമെന്ന്. ഇത്രമാത്രം അപമാനം ഏറ്റുവാങ്ങിയിട്ടും സതീശൻ നുണ പറച്ചിൽ നിർത്തുന്നില്ല എന്നതാണ് അതിന്റെ പരമാർത്ഥം.